ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിലും പിതൃതർപ്പണത്തിന് വൻ ഭക്തജന തിരക്ക്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പേരാണ് തിരുനാവായയിൽ ബലിതർപ്പണത്തിനായി എത്തിയിട്ടുള്ളത്. PR ഹരികുമാറാണ് തിരുനാവായയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുക. ഹരികുമാർ, എങ്ങനെയാണ് ഈ പുലർച്ചെ മുതൽ 2 മണി മുതൽ തുടങ്ങിയ ഒരു തിരക്കാണോ? എങ്ങനെയാണ് ഭക്തജന തിരക്ക് അവിടെ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ഒപ്പം തന്നെ ചടങ്ങുകൾ ഏത് രീതിയിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ? ജിന, പുലർച്ചെ 2 മണി മുതൽ തന്നെ ഈ തിരുനാവായിലെ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ഇന്നലെ വൈകിട്ടോടെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് പേരാണ് തിരുനാവായിൽ എത്തിച്ചേർന്നിരുന്നത്. ഇന്ന് പുലർച്ചെ 2 മണി മുതൽ ആരംഭിച്ച പിതൃതർപ്പണ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ത്രിമൂർത്തി സംഗമസ്ഥാനത്തെ നാവാമുകുന്ദ ക്ഷേത്രക്കടവിലെ 15 കൗണ്ടറുകളിലായാണ് ഇപ്പോൾ പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. നമുക്കറിയാം, പിതൃമോക്ഷണത്തിന് അല്ലെങ്കിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ഏറെ പ്രസിദ്ധമായ ഒരു ത്രിമൂർത്തി സംഗമസ്ഥാനമാണ് തിരുനാവായൽ. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പേരാണ് എല്ലാ വർഷവും ഈ കർക്കിടക വാവ് ദിനത്തിൽ ഇവിടെ എത്താറുള്ളത്. എന്തായാലും വൻ ക്രമീകരണം, വൻ സുരക്ഷാ സന്നാഹത്തോടെയാണ് ഇവിടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ജിന, ശരി, തിരുനാവായലും ഭക്തിസാന്ദ്രമായിരിക്കുന്നു. തിരുനാവായലും ബലിതർപ്പണത്തിനായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. PR ഹരികുമാറാണ് വിവരങ്ങൾ നൽകിയത്.